വയലേഷൻ ഉണ്ടല്ലോ, GST-യുടെ അങ്ങനെ വകുപ്പിന് കീഴിൽ വരുന്ന കാര്യം കൂടിയാണ്. അതിന്റെ കാര്യത്തിൽ എന്താണ് ഇന്ന് നടക്കുന്നത്? കാരണം അത് ലീഗലി ആക്ഷൻ ബൈൻഡ് ആവുന്ന സാധനമാണ്. അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് ആ കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. 2, ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടുള്ള 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുക. കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അന്വേഷണ പരിധിയിലെല്ലാം പെടുമല്ലോ. അന്വേഷണം നടത്തുമ്പോൾ എല്ലാം പെടുമല്ലോ, എല്ലാം പെടും. എത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഫണ്ടിൻ്റെ സോഴ്സസ് എന്താണ് എന്നൊക്കെ അറിയണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, ഞങ്ങൾ പ്രാഥമികമായി സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിച്ച് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യണത്. പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ FCRI ആക്ടിൻ്റെ വയലേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കും. ഇപ്പോൾ നമ്മൾ ഇത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉചിതമായൊരു അന്വേഷണം വേണമെന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് എത്തുന്നത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും. അല്ല, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ അന്വേഷണ പരിധിയിലാണ്. നമ്മൾ അന്വേഷണത്തിന് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ടേംസ് ഓഫ് റെഫറൻസാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വരും അതിൻ്റെ അകത്ത്. അതെല്ലാം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്തായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് റോളായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങളിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്തോ, ഈ പറയുന്ന ഏജൻസി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മുതലെടുപ്പ് നടത്തിയോ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും, അന്വേഷണ കാര്യങ്ങൾ വരും. അത് ഞാൻ മനോരമയിൽ എന്തിനാണെന്ന് പറഞ്ഞത്, മലയാള മനോരമയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ മാതൃഭൂമി പോയിട്ടുണ്ടായിരുന്നു. ഇത് മനോരമയിൽ മാത്രമല്ലല്ലോ വാർത്ത വന്ന, എല്ലാ പത്രത്തിലും വന്നു. ഇതുമായിട്ട് ഇത് നേരത്തെ ഉള്ള കാര്യമല്ലേ, നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ള കാര്യമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, ഞാനത് ആ പരാതി ശ്രദ്ധയിൽപ്പെട്ട് അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ അന്വേഷിക്കപ്പെടും, സംശയമില്ല. അല്ല, എൻ്റെ മുമ്പിലൊന്നും പരാതി വന്നില്ല, പത്രത്തിൽ വന്നില്ല. അത് നമ്മുടെ ജോലിയല്ലല്ലോ. നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ അന്വേഷിക്കും. ഞാനിങ്ങനെ പത്രവാർത്ത കണ്ട മാത്രമല്ല, എൻ്റെ മുമ്പിൽ പരാതിയൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ മറ്റ് താങ്കൾക്കെതിരായ കാർഡുകൾ റീൽസുകൾ നീക്കം ചെയ്തു. അത് താങ്കളുടെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു, എല്ലാവരെയും ആശ്വസിപ്പിക്കുമല്ലോ.
ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ. ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അത് സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതേയുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം മെറ്റ എന്ന് പറയണം, ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട്. ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ ഓർഡറെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ പോയിട്ടുണ്ട് 3 എണ്ണം, ഇത് ഒരുപാടെണ്ണം പോയിട്ടുണ്ട്. അതായത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ ആളുകൾ വെച്ച കാര്യം. ഒന്ന്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700-ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ ഇടപെടലുകളും എന്നെ വിശ്വാസമുണ്ട് വളരെ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗം ഓൺലൈൻ ചാനലുകൾ കൊടുത്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യോ? മെറ്റ ചെയ്യോ? ചെയ്താൽ അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കും, ഒരു സംശയം കാര്യത്തിലില്ല. സർക്കാർ നിൽക്കും, ആ കൂടെ നിൽക്കും, സർക്കാർ കൂടി നിൽക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ച് അതിൻ്റെ അത് ഒന്നുമില്ല. ജൂണി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ.